ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ലേലൂസ് ലൈഫ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നമ്മുടെയൊക്കെ കുട്ടിക്കാലങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വരും. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതെൻ്റെ താത്താൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. അവിടെ ഒരടുത്ത് വലിയൊരു മൂച്ചിയുണ്ട്. മൂച്ചി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമോ? അപ്പോൾ ഞങ്ങൾ മലപ്പുറംകാരൊക്കെ പറയുന്നതാണ് മൂച്ചി എന്നുള്ളത്. മാവുണ്ട്. ആ മാവിൻ്റെ ചൂട്ടിലാണെങ്കിൽ ഒരുപാട് മാങ്ങയുണ്ട്. അതാണ് ഈ പഞ്ചാര മാങ്ങയാണ് കേട്ടോ. എപ്പോഴും ആ മൂച്ചിമെന്ന് എന്താണ് മാങ്ങ വീണുകൊണ്ടിരിക്കും ആ ഒരു സീസൺ ആയാൽ. അപ്പോൾ ഞങ്ങൾ അത് പൊറുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ അതിൻ്റെ അടുത്ത് ചൂട്ടിലെത്തിയപ്പോൾ ഒരുപാട് മാങ്ങ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കവറൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ മാങ്ങ പൊറുക്കിയതൊക്കെ ഒരു സൈഡിലായിട്ട് കൂട്ടി വെച്ച് ഇനി എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് വേറെ എന്തില്ലെങ്കിലും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ഭാഗത്തേക്ക് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തത് ഓർമ്മ ഉണ്ടാവും. സ്കൂളിൽ പോകുമ്പോഴും മദ്രസയിൽ പോകുമ്പോഴൊക്കെ ഇങ്ങനെ മാങ്ങ കണ്ടാൽ നമ്മൾ പൊറുക്കിയൊക്കെ പോരും. അപ്പോൾ ഇപ്പോഴത്തെ മക്കൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഒരു മാവിൻ്റെ ചുവട്ടിൽ പോയിട്ട് മാങ്ങ പൊറുക്കണതോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞത്, നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ എന്നുള്ളത്. അപ്പോൾ ഏതായാലും ഞങ്ങൾ മാങ്ങ പൊറുക്കി അത് ഞങ്ങളെ പിന്നെ കൊണ്ടുവരാൻ അവിടെ ഒരു പാള ഉണ്ടായിരുന്നു, അതായത് കവുങ്ങിൻ്റെ പട്ട ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ആയിട്ട് കളക്ട് ചെയ്തിട്ട് മാങ്ങ കൊണ്ടുവന്ന് അത് നന്നായിട്ട് വാഷ് ചെയ്യാൻ കേട്ടോ. അപ്പം നമ്മൾ ഇനി എന്താ ചെയ്യുന്നത് കണ്ടോ. നിങ്ങൾ വീഡിയോ സ്കിപ്പാക്കി പോകല്ലേ കേട്ടോ. നിങ്ങളെല്ലാവരും പഞ്ചാര മാങ്ങ കഴിച്ചവരായിരിക്കും. നല്ല ടേസ്റ്റ് അല്ലേ അതിന്. അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകിയതിൻ്റെ ശേഷം ആദ്യം തന്നെ ചെയ്യണത് ഒന്ന് കഴിക്കുക കേട്ടോ. അത് ഒരു വായിലേക്ക് ഇടാനേ ഉള്ളൂ സംഭവം. അത് ഇത് പിന്നെന്താണ് കത്തിയോണ്ട് മുറിച്ചെടുക്കാനോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ എന്താണ് അതിനെ നെട്ടി ഒന്ന് കടിച്ചിട്ടതിൻ്റെ ശേഷം ഇതുപോലെ എന്താണ് കഴിക്കണം കേട്ടോ. അടിപൊളിയ ടേസ്റ്റാണ്. അപ്പം പിന്നെ കമൻറ്റ് ചെയ്യുന്നുണ്ട് അടിപൊളിയാണെന്നുള്ളതൊക്കെ. താത്താൻ്റെ മോളാണ് കേട്ടോ അത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്തത് മാങ്ങ ജ്യൂസ് അടിക്കുകയാണ് ചെയ്തിട്ടോ. ജ്യൂസ് അടിക്കാൻ ആദ്യമൊക്കെ അത് കത്തിയോണ്ട് അതിൻ്റെ തൊലി ചെത്തിയിട്ട് ചെയ്ത് നോക്കി. പക്ഷെ അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ കാമ്പൊന്നും നന്നായിട്ട് കിട്ടണില്ല. അപ്പോൾ മാങ്ങനണ്ടയോട് കൂടി എന്താണ് ഞങ്ങൾ പിന്നെ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ച് പഞ്ചസാര ചേർത്ത് പിന്നെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ചെറിയൊരു ഐസ് മോൾഡ് ഉണ്ട്, അതിലേക്ക് കുറച്ച് ഒഴിച്ച് വെക്കണം. 4 എണ്ണത്തിനുള്ള ഇതേ ഉള്ളൂ. അപ്പോൾ അത് ആദ്യം സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അതിലേക്ക് ഒഴിച്ചിട്ടോ. അങ്ങനെ ഏതായാലും അതിലേക്ക് ഒഴിച്ച് വെച്ച് നമുക്ക് 1 മണിക്കൂർ 2 മണിക്കൂറോളം അത് ഫ്രിഡ്ജിൽ വെക്കണം. അങ്ങനെ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഇത് റെഡി ആയിട്ടോ. അപ്പോൾ നമ്മൾ ഇതെടുത്തിട്ട് എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ മക്കളൊക്കെ ഇവിടെ നല്ല സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. അവരൊക്കെ ഇങ്ങനൊന്നും സംഭവം ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല, ഐസൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര ത്രില്ലായി. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം. അപ്പോൾ നിങ്ങളെ മൂച്ചിൻ്റെ വീട്ടിൽ ഇങ്ങനെയുള്ള മാങ്ങ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തോണ്ടി. ഐസ് മോൾഡൊന്നും വേണ്ട, നമുക്ക് ഗ്ലാസ്സിൽ അങ്ങനെ സെറ്റ് ചെയ്താലൊക്കെ മതി. പിന്നെ അത് ബാക്കിയുള്ളതുകൊണ്ട് കുറച്ച് ജ്യൂസും അടിച്ചിട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെയൊന്നുമല്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള മാംഗോ ആണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്നും ചെയ്ത് നോക്കുക എന്നല്ല, ഇതുപോലെ മക്കൾക്കൊക്കെ ഒന്ന് കുടിക്കാൻ കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.